ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ തന്നെ രാവിലെ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ഒരു ചെറിയ കട്ടനൊക്കെ കുടിച്ചുകൊണ്ട് നമ്മളൊരു ട്രാവലിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലം തന്നെയാണ് കോട്ടയത്തുള്ള ഇലവീഴ പൂഞ്ചിറ. അപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറ കാണാനായിട്ട് പോവുകയാണ്. ആ സ്ഥലത്തിന് എങ്ങനെയാണ് ഈ പേര് വന്നതെന്നും ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും വീഡിയോയിലോട്ട് പോകാം. എന്നത്തെയും പോലെ തന്നെ നമ്മൾ രാവിലെ നേരത്തെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് എവിടെയെങ്കിലും പോയാലോ എന്ന്. അപ്പോൾ നമ്മൾ ഇതുവരെയും പോകാത്തൊരു സ്ഥലമൊക്കെ ആയിരുന്നു ഈ ഇലവീഴ പൂഞ്ചിറ. ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട് ഇലവീഴ പൂഞ്ചിറ കോട്ടയത്ത് നല്ലൊരു പ്ലേസാണെന്ന്. മഴക്കാലത്തൊക്കെ പോകാൻ നല്ലൊരു ക്ലൈമറ്റൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണെന്നും കൂടി അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പോണത് മഴക്കാലമല്ല, എന്നാലും കുഴപ്പമില്ല. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് അവിടുത്തെ സ്ഥലം. ഇത് ഞങ്ങൾ അവിടെ എത്തി. നമ്മുടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇലവീഴ പൂഞ്ചിറ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമ്മുടെ വണ്ടിയൊന്നും പ്രൈവറ്റ് വണ്ടികളൊന്നും പോകാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ട്രക്കിംഗ് പിടിക്കണം. ട്രക്കിങ്ങിന് അവർ നമ്മളൊരു 3-4 സ്ഥലം കൊണ്ടുപോയി കാണിച്ചു തരും. അതിനൊരു 1000 രൂപയാണ് അവർ ഈടാക്കുന്നത്. 1000 രൂപയ്ക്ക് പോയി കാണാവുന്നതൊന്നുമില്ല. ഇവിടെ നിന്ന് നടന്നു പോകുന്ന ദൂരം തന്നെ ഉള്ളൂ ഗൈസ്. ഒരുപാട് ദൂരമൊന്നും നമ്മൾ കാശ് കൊടുത്ത് പോകാനായിട്ടില്ല. നമുക്കിവിടെ നടന്നു പോകണത് തന്നെയായിരിക്കും ബെറ്റർ. എൻ്റെ മുമ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ജീപ്പ് കണ്ടില്ലേ, അതാണ് ട്രെക്കിങ്. നമ്മളൊന്നുമില്ല, ആ ഒരു മലൻ്റെ മുകളിൽ കയറുമ്പോഴാണ് ഈ വ്യൂ പോയിൻ്റ് വരുന്നത്. അതുവരെ അവർ നമ്മളെ ജീപ്പിൽ കൊണ്ടുപോയി അവിടെ എത്തിക്ക് തരും. ഗൈസ്, കുറച്ച് നടക്കാനുണ്ട്. അത്യാവശ്യം നല്ല ദൂരം നടക്കണം. ഇവിടെ ട്രക്കിംഗ് അവൈലബിൾ ആണ്. ട്രക്കിംഗ് വന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ 1000 രൂപയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആകെ 2 പേരുള്ളത് കൊണ്ട് ട്രക്കിംഗ് എടുത്തില്ല ഗൈസ്. അപ്പോൾ നടക്കാമെന്ന് വിചാരിച്ചു. 1 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞത് നടക്കാൻ. പിന്നെ 1 കിലോമീറ്റർ ആണെങ്കിൽ നടന്നു പോകാമെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ നടന്നു പോകാൻ പോകണം. കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള വഴിയാണ്, എന്നാലും കുഴപ്പമില്ല. മഞ്ഞൊന്നുമില്ല, ഫുള്ളും അധികം ചൂടില്ലാത്ത വെയില. നമ്മൾ രാവിലെ വന്ന് ഇത് ആ വ്യൂ പോയിട്ട് നോക്കിയേ. ഓ, പക്ഷെ എന്താ വ്യൂ. മേഘം വീണ്ടും കിടക്കണേണ്ട ദേ താഴെ. സൂപ്പർ വ്യൂ. പൂഞ്ചിറ തട്ടുകട. അതൊരു തട്ടുകടയാണ്, പൂഞ്ചിറ തട്ടുകട. ചായ, കാപ്പി, ബ്രെഡ് ഓംപ്ലേറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇലവീഴ പൂഞ്ചിറയ്ക്ക് വരുന്നവർക്ക് ഒരു ചായ കുടിക്കണം തോന്നിയാൽ ഇവിടെ നിന്ന് കുടിക്കാം. അത് തുറന്നിട്ടില്ല, ടൈമായിട്ടില്ല തോന്നുന്നുണ്ട്. ഇനി ഇതേ അത്യാവശ്യം നല്ലൊരു കയറ്റം കേട്ടോ കയറാൻ പോകാൻ. നമ്മൾ
നമ്മൾ എറണാകുളത്തു നിന്നാണ് വന്നത്. അപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂർ പിടിച്ചു. രാവിലെ നേരത്തെ വന്നതുകൊണ്ട് ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല, സിമ്പിളായിട്ട് വന്നു. എറണാകുളത്ത് നിന്ന് നമ്മൾ നേരെ കോലഞ്ചേരിയിൽ നിന്ന് മൂവാറ്റുപുഴ, പിന്നെ തൊടുപുഴ വഴി നേരെ നമ്മൾ ഇലവിഴ പൂഞ്ചിറയിൽ. എന്താ വ്യൂ പോയിന്റ് നോക്കി, ഇത് നോക്കി ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതേ കാണുന്നുണ്ട്. ഒമ്പോ അയ്യോ, മേഘം പോണു നോക്കി. ഇതാണ് ഇലവിഴ പൂഞ്ചിറ. ആ മേഘം പോകാൻ കിട്ടുന്നുണ്ടോ? ഇത് കയറി വന്ന വഴി. പുൽച്ചൂലോ? ആ, മറ്റേ കടയിലൊക്കെ കണ്ടിട്ടുള്ളല്ലേ? ആ ഹാ ഹാ ഹാ. അപ്പം അത് അധികം വലുതല്ലല്ലോ ഇതിൻ്റെ ഇല, ചെറുതാണ്. അപ്പം ഇതിൻ്റെ ഈ ഒറ്റ തണ്ട് തന്നെ ഉപയോഗിക്കുമോ ചൂലിന്? ഇത് മൊത്തം കെട്ടണം അല്ലേ? ഓക്കെ ഗൈസ്, ഇത് പുൽച്ചൂലുണ്ടാക്കുന്ന ചെടിയാട്ടാ. നമ്മൾ കടകളിലൊക്കെ കാണില്ലേ, അതാണിത് സംഭവം. അതിൻ്റെ ചെടിയാണ്. ആ, വീടുകളിൽ കാണാം പുൽച്ചൂല്. അതിൽ ഇത് ഉണക്കൂലേ? ഓക്കെ. ആ ഹാ ഹാ. ആ, ഞാൻ എറണാകുളത്ത് നിന്ന് ഞങ്ങൾ. ഓക്കെ. ഇത് ചേച്ചി എന്നാ ചെയ്യും? ഇത് വീട്ടിൽ കൊണ്ടുപോകാനാണോ അതോ കടയിൽ കൊടുക്കാമോ? അതോ? ആ ഹാ ഹാ. ആ, ഓഹോ. ആ, എന്നിട്ട് പിന്നെ അവര് ഇത് ഉണ്ടാക്കുന്നല്ലേ? ഓക്കെ. ആ ഹാ ഹാ. അത് എറണാകുളത്താണോ? ആ, ഓഹോ. ചേച്ചിക്ക് ഇതിപ്പോ എങ്ങനെയാ, തൂക്കത്തിലാണോ അതോ? ഓ, ചീവുമ്പോ ഈ ഇല മൊത്തം കളയോ അതോ? ഏ, ആ ഹാ. ഓക്കെ. ആ, നമ്മുടെ തെങ്ങിന്റെ ഇത് ഉണ്ടാക്കുന്നത് പോലെ, തെങ്ങിന്റെ ഓല വെച്ച് നമ്മൾ ചൂടുണ്ടാക്കുമല്ലോ. ഓക്കെ ഓക്കെ ഗൈസ്, ഈ ചെടിയുടെ പേര് ചിറ്റീന്തെന്നാണ്. ഇതാണ് നമ്മുടെ ചൂല് കണ്ടിട്ടില്ലേ, നമ്മൾ കടയിൽ കിട്ടുന്നത്, അത് ഉണ്ടാക്കുന്നത് ഈ ഒരു ചെടി വെച്ചിട്ടാണ്. അയ്യോ, എന്താ അല്ലേ അത്. ഇതിൽ എങ്ങനെയാ, പാമ്പൊക്കെ വരുമോ ഈ ചെടി ഉള്ളതുകൊണ്ട്? ഇല്ല അല്ലേ? ആ, അതുകൊണ്ട് കുഴപ്പമില്ല. ആ ആ. ഓക്കെ. ചേച്ചിയുടെ പേരെന്താ? സെലിൻ. ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പോൾ സെലിൻ എന്ന് പറഞ്ഞ ചേച്ചീനെ പരിചയപ്പെട്ടു. അപ്പോൾ ചേച്ചിയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ബാ. എവിടെ? ആണോ? ആ, അതാ സംഭവം. അതെന്താന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ഈ എലിവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ എന്തോ സംഭവം. ഈ കാണുന്ന കുളമാണോ? ആ കാണുന്ന കുളമാണെന്ന് പൂഞ്ചിറ. അതൊന്ന് കാണിച്ചു കൊടുക്കുക. ആ,
ഒരു ചെറയായിരുന്നേ. അവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്. ഇത് കാണുന്നത് ഇത് കണ്ടോ, ആ മരക്കാനത്തിനകത്ത് ഒരു ചെറിയ അമ്പലമുണ്ട്. അതിൻ്റെയൊക്കെ ഒരിതാണിത്. ചെറിയൊരു ചെറയായിരുന്നു, അതിന് വലുതായിട്ട് ആക്കിയെടുക്കാം. നിങ്ങളൊരു ഇലയാണേലും പറിച്ച് അതിനകത്ത് ഇട്ട് നോക്കിക്കേ ചെല്ലുമ്പോൾ. അതിലേ വന്നിട്ട് അവിടെ വരാം. ആ ഇല പറിച്ചിട്ട് കഴിയുമ്പോഴത്തേന് ആ ഇല അന്നേരം തന്നെ കാറ്റെടുത്ത് വെളിയിൽ കളയും. ഏത് അതിനകത്തേക്ക് ഇട്ടാലോ? അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇലയുണ്ടോന്ന് നോക്കി അതിനകത്ത്. ഇല്ല. അപ്പൊ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുമോ? പിന്നില്ലേ, ഇതിലേ ചെന്നിട്ട് നിങ്ങൾ ഇവിടെ വ്യൂ പോയിന്റ് കയറി കണ്ടിട്ട് അതിലേ അവിടെ ചെന്ന് നിർത്തിയാൽ മതി അല്ലേ? എന്നിട്ട് വണ്ടി നിർത്തിയിട്ട് വഴി കണ്ടോ? കണ്ടോ? ആ വഴി ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ. പിന്നെ ഗുഹയുണ്ട്. ഗുഹ കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടില്ല. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഗുഹയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ വണ്ടിക്കാ വന്നേ? കാറിന് വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേന് അവിടെ ബോർഡുണ്ട്. അവിടെ വെച്ചിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഗുഹയ്ക്കകത്തൂടെയൊക്കെ കയറി നടക്കാം. പിന്നെ ഇല്ലിക്കല്ല് പോണം. അത് ഇത് കഴിഞ്ഞിട്ട് പോവാൻ അവിടെ വ്യൂ പോയിന്റ് ചെന്ന് നിന്നിട്ട് നോക്കി കഴിയുമ്പോ ഇല്ലിക്കല്ല് കാണാൻ പറ്റും അല്ലേ? അങ്ങ് നോക്കി അങ്ങറ്റം നോക്കിക്കേ. അങ്ങ് മല കണ്ടോ? അത് അവിടെ ചെന്നിട്ട് കേറി നോക്കണം. അന്നേരം ഇപ്പൊ മൂടലുണ്ടേ, അടുത്ത് കാണാം. എന്തായാലും ഇതിന്റെ ഐതിഹ്യം ഇഷ്ടപ്പെടും. അതിനകത്ത് ഇതല്ലേ ഇല വീഴില്ല, അതാണല്ലേ പറയണേ പൂഞ്ചിറ എന്ന് പറയണേ. ഓക്കെ. ഒരിക്കലും അതിനകത്ത് ഒരു ഇല പോലും വീഴത്തില്ല. അതെന്താ? മരങ്ങൾ ഉണ്ട്. അതിന്റെ ചെറിയ അമ്പല. അത് പണ്ട് ഇതൊരു കുഞ്ഞു ചെറയായിരുന്നു. ഈ നെല്ലൊക്കെ വിതച്ചോണ്ടിരുന്ന സ്ഥലമായിരുന്നേ. അപ്പൊ അവിടെ ഈ പണക്കാര് പണിതുകൊണ്ട് വന്നപ്പോ ഒരു വിഗ്രഹം കിട്ടി. ആ വിഗ്രഹമാണ് അമ്പലത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു ഭയങ്കര ഒരു വിളിച്ചാ വിളിപ്പുറത്തുള്ള ഒരു ദേവിയാണ്. എന്ത് കാര്യം പറഞ്ഞാലും സാധിക്കും. എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു. അത്ര അച്ചിട്ടായ ഒരു ദേവിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതാണ്. ഒത്തിരി പുരാതന കാലത്തേക്കൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ കോട്ടയം ഇവിടെ വന്നിട്ട് അല്ല, ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇതൊന്നും അറിയാൻ വേണ്ടി ഇത് എങ്ങനെ ഈ ഒരു പേര് വന്നതെന്നുള്ളത്. ഇലയൊന്നും വീഴിയല്ല. അമ്പലത്തിലേക്ക് കയറി തൊഴുതിട്ട് പോകും, പ്രാർത്ഥിച്ചിട്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്നൊന്നും കാണുന്നില്ല ചേച്ചി. നമുക്ക് അമ്പലം അവിടെ ചെല്ലി നിങ്ങള് അവിടെ താഴെ വ്യൂ പോയിന്റ് പോയി കണ്ടിട്ട് പിന്നെ നമുക്ക് ഞങ്ങൾ ഇതേനെ വന്നത്. ഇപ്പൊ ഇതേനെ വന്നത് ആ ഒരു ഷീറ്റ് ഇട്ടിരിക്കണ അത് കഴിഞ്ഞിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റും അല്ലേ? എന്നിട്ട് ആ വഴിയിൽ വണ്ടി നിർത്തിട്ട് അവിടെ ഒരു കടയുണ്ട്. ഈ ഇരിക്കുന്ന വീട് കണ്ടോ? അതിന്റെ ഫ്രണ്ടിൽ ഒരു കടയുണ്ട്. അതിന്റെ ഇവിടെയാണ് ഈ ഇടവഴി. ആ റോട്ടിൽ നിന്നുള്ള വഴിയാ ഇത്. ഓക്കെ. വന്നേനെ ഇവിടെ എത്താൻ പറ്റും അല്ലേ? ഇത് കഴിഞ്ഞ പിന്നെ ഏതായാലും ഗുഹയ്ക്ക് പോണെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് പോകണം അല്ലേ? അങ്ങോട്ട് പോകണം. ഓക്കെ. ചെല്ലുന്ന വഴിക്കാണ്. അവിടെ ഒന്നും ഇതൊന്നുമില്ല, എന്തെങ്കിലും മാർക്കോ വല്ലതും ഉണ്ടോ? എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ കുഴപ്പമില്ല. അവിടെ നിന്ന് റൈറ്റിലോട്ടാണോ കയറി പോണ്ടേ? ഇവിടുന്ന് രാമലയ്ക്ക് അപ്പുറമായിട്ട് വരും. ഓക്കെ. ആയിക്കോട്ടെ കേട്ടോ. ശരി, താങ്ക് യു ചേച്ചി. കയറി വാ. അപ്പൊ ഇല വീഴാത്തത് എന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് ചേച്ചി പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടുത്തെ വ്യൂ പോയിന്റ് കണ്ട ശേഷം നമ്മൾ അവിടെ ചെന്ന് പോയിട്ട് അതും കൂടി കാണാം. പിന്നെ ഇവിടെ ഒരു ഗുഹയും കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ചേച്ചി പറഞ്ഞതെല്ലാം കേട്ടു. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇനി കുറച്ച് മുമ്പോട്ട് നടന്നു. ഇനി അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് വരുന്നത്. വ്യൂ പോയിൻ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട് ഇവിടെ നിന്ന് ഞാൻ മുകളിലോട്ടും. നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് എത്താറായി. നല്ല വെയിലുണ്ടായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ട് നടക്കണം. കുറച്ചധികം കൂടി നടക്കണം. നടന്ന് ചെല്ലാണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ യാത്രകളിലുമാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും. ഈ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു വേറിട്ട് നിൽക്കുന്നൊരു പേരായിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ പുറകിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്ന് നമുക്കറിയണ്ടേ? ഇന്നത്തെ വീഡിയോയിൽ അതല്ല
അതിനകത്തേക്കോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലേ, അത് പോലീസുകാരുടെ സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇടയിലൂടെ ഒരു വഴിയുണ്ട്, ആ വഴി പോകുമ്പോഴാണ് മുകളിലോട്ട് എത്താൻ പറ്റുക. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻ്റ് എത്തി. നമ്മൾ ഈ സ്ഥലം നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമ്മുടെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ മൂവിക്കകത്ത് ഷൂട്ടിംഗ് ചെയ്ത സ്ഥലം തന്നെയാണ് ഇത് ഫുള്ളും. ഇവിടെയാണ് അവർ താമസിച്ചിരുന്നതൊക്കെ. ഇപ്പോൾ ഇവിടെ സഞ്ചാരികളെല്ലാം വരുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഇതാണ് ആ വ്യൂ പോയിന്റ്. എന്താ രസമല്ലേ കാണാൻ. നല്ല വലിയ ടോപ്പാട്ടോ ഇത്. നല്ല അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള മലകളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ താഴെ ചെറിയ ചെറിയ അരുവികളും ചെറിയ ചെറിയ ഡാമുകളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ക്ലൈമറ്റ് കുറച്ച് വെയിലായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അവിടെ നല്ല തണുപ്പൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. ഒരു വെയിലുണ്ടെങ്കിൽ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യായിരുന്നു. ഇത് കണ്ടില്ലേ, നമ്മളങ്ങോട്ട് പോണതിന് മുമ്പ് ഒരു ഫാമിലി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മുകളിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുക. സ്ഥലം വേറെ ലെവലാണ്. എല്ലാവരും ഒരു വട്ടം വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്ന് കാണുന്നതല്ല, ഇടുക്കിയിലെ മലകളും ഒക്കെ തന്നെയാണ്. ഇനി യൂട്യൂബ് വീഡിയോ എടുക്കാം അല്ലേ? യൂട്യൂബ് വീഡിയോ പറയാം. അപ്പോൾ ഗൈസ് പറയട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് ഇല്ലെങ്കിൽ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന വ്യൂ പോയിന്റ്. അമ്മേ, ഈ കാണുന്നതല്ല, അതാണ് വ്യൂ പോയിന്റ് ആണ്. ഇപ്പുറത്ത് കാണുന്നത് തമിഴ്നാടാണ് ഗൈസ്. ഇവിടെ ഒന്നും പറയാനില്ല. കല്ലിലൊക്കെ നോക്കി വേണം നിൽക്കാൻ, കുറച്ച് ഡേഞ്ചറാണ്. ഇതേ നമ്മുടെ മറ്റേ ചേരട്ട, നമ്മൾ മലയിലൊക്കെ വരുമ്പോഴേ ഇതിന് കാണാൻ പറ്റത്തുള്ളൂ. ഒരു കറുത്ത ചേരട്ടയാണ് ഗൈസ്. നല്ല ടോപ്പിലാണ് നിൽക്കുന്നത്. എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാണണ്ട കേട്ടോ. ഇതൊക്കെ അത്രയ്ക്കും വലിയൊരു വ്യൂ പോയിൻ്റാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ വ്യൂ പോയിന്റ്. അതായത് നമുക്ക് ഭൂമി ഒരു റൗണ്ടാണെന്നുള്ളത് നമ്മൾക്ക് ഇവിടെ നിന്നാൽ മനസ്സിലാവും. നമുക്ക് ഇവിടെ നിന്ന് ഇല്ലിക്കക്കല്ല് കാണാൻ പറ്റും. നമ്മുടെ ഇടുക്കിയിലെ ഇല്ലിക്കക്കല്ല് ഇതാ കാണുന്നതാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ 2x ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചിലപ്പോൾ 2x 3x ഒക്കെ ഒന്ന് ആക്കി നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇല്ലിക്കക്കല്ല് കാണാൻ പറ്റും ഗൈസ്. സ്ഥലം അറിയാൻ പാടില്ലേ, ഇതാണ് മറ്റേ സിനിമ ഷൂട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പടം ഷൂട്ട് ചെയ്ത സ്ഥലം. ഈ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇതാണ് ആ സ്പേസ്. ഇങ്ങോട്ടൊന്ന് വാ ക്യാമറ, ഇതിനകത്തൊന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടെ ഇങ്ങനെയൊക്കെയായിരുന്നു. പടത്തിൻ്റെ പേര് കിട്ടി ഗൈസ്, പടത്തിൻ്റെ പേര് കിട്ടി. ഒരു കാര്യം ചെയ്യാം, ഇലവിഴ പൂഞ്ചിറ. നമ്മുടെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ മൂവിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. നമ്മുടെ സോബിനും ഒക്കെ ആയിട്ട് അഭിനയിച്ച റൂമാണ് ഗൈസ് ഇത്. കണ്ടില്ലേ, യാസും സ്റ്റാഫൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇതായിരുന്നു ആ ഒരു
ചെറിയ പ്ലേസ്. ഇവിടെയായിരുന്നു ആ മൂവിയുടെ ഷൂട്ട് ഫുള്ള് നടന്നത്. അപ്പോൾ നമുക്കിനി പുറത്തെ കാഴ്ചകൾ നോക്കാം. ഇതായിരുന്നു ആ വ്യൂ പോയിന്റ്. നമ്മൾ മൂവിയിൽ കണ്ട ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതായിട്ടില്ലേ, ഇത്രയും ചെറിയൊരു സ്ഥലത്തായിരുന്നു അവർ ഈ മൂവീസ് മൊത്തം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും കൊള്ളാം. പക്ഷേ പോലീസിൻ്റെ ഗസ്റ്റ് ഹൗസ് ഇതല്ല കേട്ടോ. അപ്പുറത്ത് പണിതിരിക്കുന്ന ഒരു പുതിയൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് അവർ താമസിക്കുന്നത്. ഇപ്പോൾ മൂവി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്ഥലം അപ്പുറത്താണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇല്ലിക്കക്കല്ല് കാണാൻ പറ്റും നമുക്ക്. എന്തായാലും നമ്മൾ ഇതൊന്ന് ഇറങ്ങിയ ശേഷം കുറച്ച് സ്ഥലങ്ങളും കൂടി ഇവിടെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇല്ലിക്കക്കല്ലിലോട്ട് പോകാം. ഇതാണ് ഗൈസ് നമ്മുടെ പോലീസുകാരിരിക്കുന്ന ഗസ്റ്റ് ഹൗസ്. അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇലവിഴ പൂഞ്ചിറ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് താഴെ പോയിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഇലവിഴ പൂഞ്ചിറ എന്ന പേര് വന്നതെന്നും, അതേപോലെ ഒരു സ്ഥലമുണ്ട് അവിടെ, പൂഞ്ചിറ എന്ന് പറയുന്ന ഒരു കുളമാണ്. അപ്പോൾ ആ കുളം കാണാനായിട്ട് നമുക്ക് പോവുകയാണ്. ആ കുളത്തിലൊരു ഐതിഹ്യമുണ്ട്. നമ്മൾ ഇലയോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒന്നും അവിടെ വീഴില്ല, അതെല്ലാം പുറത്ത് പോകുന്നതാണ് പറയുന്നത്. നമ്മളിന്ന് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, ബാ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അടുത്ത പാർട്ടിൽ നമ്മൾ ഇലവിഴ പൂഞ്ചിറയുടെ പേരെങ്ങനെ വന്നു എന്നും നമ്മുടെ മുനിയറ ഗുഹ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരയ്ക്കും എല്ലാവർക്കും ശുഭദിനം.